നമസ്കാരം. ടീം അധ്യാപക കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ CM Kids LP സ്കോളർഷിപ്പ് എഴുതുന്ന കുട്ടികൾക്കായിട്ടുള്ള ഇന്നത്തെ ഗൂഗിൾ മീറ്റ് ക്ലാസ്. ഇന്ന് മാത്സ് ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ ദിവസം വിനോദ് മാഷ് തന്നെയാണ് നമുക്ക് മാത്സിന്റെ ഒരു ആദ്യത്തെ 4 യൂണിറ്റ് ചെയ്തിരുന്നു. അവിടെ നിന്ന് 4 യൂണിറ്റുകളിൽ നിന്ന് വരാവുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളെ പറ്റി ഒരു ചർച്ച നടന്നു. ഇന്ന് തുടർന്നുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണ്, അവയിൽ CM Kids സ്കോളർഷിപ്പ് വരാൻ സാധ്യതയുള്ള പ്രധാന ഭാഗങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ് നയിക്കുന്നതിലേക്കായിട്ട് വിനോദ് കുമാർ മാഷ് തന്നെയാണ്. GHS തെറ്റാമല, വയനാട് ജില്ലയിലെ GHS തെറ്റാമല സ്കൂളിലെ അധ്യാപകനാണ്. അദ്ദേഹത്തെ ഈ ഒരു ക്ലാസ് നയിക്കുന്നതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഈ ക്ലാസ് പങ്കെടുക്കുന്ന ഓരോ കുട്ടികളെയും, എല്ലാ കുട്ടികളെയും ഈ ഒരു മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ അധ്യാപക കൂട്ടം ബ്ലോഗിൽ നിന്നും ഇവയുടെ റെക്കോർഡഡ് വെർഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ ഈ ക്ലാസ്സുകൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് വൃത്തിയായിട്ട് നൽകുക. അതുപോലെ ഈ ഒരു വേദി ഒരുക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വിദ്യാവീതിയുടേതാണ്. വിദ്യാവീതി എന്ന് പറയുന്നത് അധ്യാപകർക്ക് കേറ്ററ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈൻ പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ്. അജസ് മാഷാണ് അതിൻ്റെ CEO. 94 95 17 74 17 എന്നതാണ് അജസ് മാഷിന്റെ നമ്പർ. ഇപ്പോൾ എല്ലാ അധ്യാപകർക്കും ഈ കേറ്റത്തെ നിർബന്ധമാക്കിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വിദ്യാവീതി എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് പ്രയോജനപ്രദമാണ്. പരമാവധി ഉപയോഗപ്പെടുത്തുക. ഓക്കെ. അതുപോലെ എല്ലാ കുട്ടികൾക്കും അടുത്ത ആഴ്ചയാണ് പരീക്ഷ. കുറച്ചുകൂടെ സമയം കൂടുതൽ കണ്ടെത്തി പരീക്ഷയെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണുക. നേരത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ചിലര് ഇപ്പോഴും വിളിച്ച് സംശയം ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് CM Kids സ്കോളർഷിപ്പ് ലഭിക്കുന്നത് എന്ന്. ഇപ്പൊ LP-യിലും ഇടയ്ക്ക് വെച്ചിട്ട് UP-യുടേതിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയിരുന്നു. എന്നാൽ അത് തിരുത്തിക്കൊണ്ടുള്ള സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. അതായത് മിനിമം സ്കോർ അല്ല, കട്ട് ഓഫ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുക. പരീക്ഷ കഴിയുന്ന മുറയ്ക്ക് തന്നെ എത്രയാണ് കട്ട് ഓഫ് എന്നുള്ളത് അറിയിപ്പ് വരും. അതനുസരിച്ചായിരിക്കും ഓരോ സബ് ജില്ലയിലെയും സ്കോളർഷിപ്പ് വിജയികളെ കണ്ടെത്തുന്നത്. മുമ്പ് അങ്ങനെയായിരുന്നില്ല. ഇത്ര ശതമാനം മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുമായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മിനിമം ഇത്ര കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലല്ല, മാക്സിമം നേടുക എന്നുള്ള ഒരു രീതിയിലേക്ക് പോവുക. ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ഓരോന്നും അത്തരത്തിൽ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്ത് സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു തിരിച്ചറിവ് കൂടിയായിരിക്കണം ഈ ഓരോ ക്ലാസ്സുകൾ. അതനുസരിച്ച് ഒന്നുകിൽ നമ്മളുടെ ഗ്രൂപ്പ് വഴിയോ, അതല്ല എങ്കിൽ നിങ്ങളുടെ ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകരോട് ചോദിച്ചോ, ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ആവർത്തിക്കുകയാണ്, ഏറ്റവും അത്യാവശ്യമുള്ളപ്പോൾ മാത്രം മൈക്ക് ഓൺ ചെയ്യുക. അതിനുശേഷം അത് ഓഫ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസ് നയിക്കുന്നതിനായി വിനോദ് മാഷിനെ ക്ഷണിക്കുന്നു. ഹലോ സാർ, കേൾക്കാലോ? കേൾക്കാം മാഷ്. ഓക്കെ. പ്രിയ കുട്ടികളെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. പ്രിയ രതീഷ് സാറ്, വിദ്യാവീതിയുടെ കോർഡിനേറ്ററ്, മറ്റ് അധ്യാപകരെ, രക്ഷിതാക്കളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇപ്പൊ രതീഷ് സാർ സൂചിപ്പിച്ചൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. അടുത്ത ആഴ്ച ഈ സമയം ആകുമ്പോഴേക്ക് നിങ്ങൾ പരീക്ഷയുടെ ആ ഒരു ഘട്ടത്തിൽ നിന്ന് പിന്മാറിയിരിക്കും. എന്ന് പറഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞിരിക്കും. കേവലം ഒരാഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു മണിക്കൂർ സമയം നിങ്ങളോടൊപ്പം ഞാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത 4 യൂണിറ്റുകളാണ്. ഇനി 5 യൂണിറ്റുകൾ കൂടിയാണ് ഇന്ന് പറഞ്ഞു പോകാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് നേരമായി എന്ന യൂണിറ്റ്. മിക്കവാറും ഇപ്പോൾ പുസ്തകം മാറുന്നതിന് മുമ്പ് 2016 ശേഷം നടന്ന എല്ലാ LSS പരീക്ഷയിലും ഈ പാഠത്തിൽ നിന്നും നല്ലൊരു മാർക്കിന്റെ ചോദ്യങ്ങൾ മിക്കവാറും
ഉണ്ടായിട്ടുണ്ട്. മിനിമം ഒരു 2 മാർക്കിന്റെ ചോദ്യങ്ങളെങ്കിലും ഇതിലുണ്ടായിട്ടുണ്ട്. 10ൽ 2 മാർക്ക് അത്ര മോശമല്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പാഠഭാഗമാണ്. കുട്ടികള് സാധാരണ ശ്രദ്ധ കൊണ്ട് തെറ്റുകൾ വരുത്തുന്ന ഒരു പാഠഭാഗം കൂടിയാണ് ഇത്. അതിൽ 2 ഭാഗമാണുള്ളത്. ഒന്ന് നമ്മുടെ സമയവുമായിട്ട് ബന്ധപ്പെട്ടും ഒന്ന് കലണ്ടറുമായി ബന്ധപ്പെട്ടും. നമുക്കറിയാം, നമ്മുടെ പാഠപുസ്തകത്തിൽ കൂടുതലായിട്ടൊന്നും കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് സമയത്തെ കുറിച്ചൊക്കെ പറയുന്നത്, കലണ്ടറിനെ കുറിച്ചൊക്കെ പറയുന്നത്. പക്ഷെ അതിൽ കൂടുതൽ നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ നോക്കിയാൽ മാത്രമേ അതിലുള്ള ഏറ്റവും ബുദ്ധിശക്തിയുള്ളവരെ പരീക്ഷിക്കുന്നതായ ഈ പരീക്ഷയിൽ കടന്നു കയറാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഞാനും ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാതെ, നിങ്ങളുടെ സംസാരം കേൾക്കാതെ ക്ലാസ് എടുക്കുക എന്നുള്ളത് തീരെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ലൈവ് ക്ലാസ്സുകൾ ധാരാളം ചെയ്യുന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ അതിൻ്റെതായ പരിമിതികൾ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുള്ളത് കൊണ്ടാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിരുന്നു, നമ്മുടെ GK എടുത്ത ക്ലാസ്സിൽ. അതിൽ ടീച്ചർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മൈക്ക് ഓൺ ആവുകയും നമ്മുടെ ക്ലാസ്സുകൾ വല്ലാതെ ഡിസ്റ്റർബ് ആവുകയും ചെയ്തത് ഞാൻ കണ്ടു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സാറ് വീണ്ടും സൂചിപ്പിച്ചത്. അതിനുശേഷം സാറ് മെസ്സേജ് ഒക്കെ ഇട്ടിരുന്നു, രതീഷ് സാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചോദ്യം ചോദിച്ച് പറഞ്ഞു പോകുന്ന രീതി ഇവിടെ സാധ്യമാകുന്നില്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്ത് പോയാൽ നമ്മുടെ മുഴുവൻ പാഠഭാഗങ്ങളും കവർ ചെയ്ത് പോകാനും കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം കുറച്ച് പോയിന്റുകൾ പറയാം. 1-2 ചോദ്യങ്ങളെന്ന് വെറുതെ പറഞ്ഞ് അതിന്റെ കാണുന്ന വിധങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകാമെന്ന് മാത്രം. ഇപ്പൊ നേരമായി എന്ന പാഠത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, സമയവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ എന്ന് പറയുന്നത് സമയത്തിന്റെ വിഭജനം തന്നെയാണ്. അതായത് മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ്, ഒരു ദിവസം, ഈ രീതിയിലാണല്ലോ നമ്മൾ സമയത്തെ കാണുന്നത്. 24 മണിക്കൂർ എന്നുള്ളത് ഒരു ദിവസമാണെന്നും അതില് സമയത്തെ തന്നെ നമ്മൾ AM PM എന്നും 24 മണിക്കൂർ സമയം എന്നും ഒക്കെ നമ്മുടെ പാഠപുസ്തകത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് സമയം മാറ്റുന്നത്. AM PM തന്നിരിക്കുന്ന സമയത്തെ 24 മണിക്കൂർ സമയത്തിലേക്ക് മാറ്റാനുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ കണ്ടേക്കാം. അത് കൃത്യമായിട്ട് പരിശീലിക്കേണ്ടതുണ്ട്. അതേപോലെ തിരിച്ചും 24 മണിക്കൂർ തന്നിരിക്കുന്ന സമയത്തെ AM PM മാറ്റുക. അതായത് 24 മണിക്കൂർ സമയം എന്ന് പറയുന്നത് പാതിരാത്രി 12 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സമയം, ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പുള്ള സമയം വരെയുള്ളതാണ്. അവിടെ നമ്മൾ 24 മണിക്കൂർ ക്ലോക്ക് ആണെങ്കിലും 12 മണിക്കൂർ ക്ലോക്ക് ആണെങ്കിലും നമ്മൾ 1 മുതൽ 12 മണി വരെയുള്ള സമയം തന്നെയാണ് പറയാറുള്ളത്. അതില് 12 മണിക്കൂർ ക്ലോക്ക് ആണെങ്കിൽ അതിൽ AM എന്ന് സൂചിപ്പിക്കും. 24 മണിക്കൂർ ക്ലോക്ക് ആണെങ്കിൽ സമയം മാത്രമേ അതിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിനെ തിരിച്ചും മറിച്ചും കൺവേർട്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് സെക്കൻഡിൽ നിന്നും മിനിറ്റിലേക്ക് മാറ്റാനും അതുപോലെ മിനിറ്റിൽ നിന്നും മണിക്കൂറിലേക്ക് മാറ്റാനുമുള്ള ചോദ്യങ്ങളും ഉണ്ടാവാറുണ്ട്. നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ PM സമയം അല്ലെങ്കിൽ AM സമയം 24 മണിക്കൂർ ക്ലോക്കിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതും, അതേപോലെ സമയമാറ്റമാണ് മറ്റൊന്ന് സെക്കൻഡിൽ തന്നിരിക്കുന്ന സമയത്തെ മിനിറ്റിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ മിനിറ്റിലും സെക്കൻഡിലുമായി തന്നിരിക്കുന്ന സമയത്തെ പൂർണ്ണമായും സെക്കൻഡിലേക്ക് മാറ്റുക. ഈ രീതിയിലുള്ള സമയമാറ്റങ്ങൾ, അതാണ് ഇപ്പോൾ ഓട്ട മത്സരം അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ സെക്കൻഡുകളായിരിക്കാം രണ്ടുപേർ തമ്മിലുള്ള സമയ വ്യത്യാസം. അപ്പൊ ആ സമയ വ്യത്യാസം കണ്ടെത്തുന്നത്, രണ്ടുപേർ തമ്മിലുള്ള സമയ വ്യത്യാസം കണ്ടെത്തുന്നതുണ്ട്. അതുപോലെ തന്നെ തുടങ്ങിയ സമയം കണ്ടെത്താനുണ്ടാവും, അവസാനിച്ച സമയം കണ്ടെത്താനുണ്ടാവും, ഇടയിലുള്ള മണിക്കൂറുകൾ കണ്ടെത്താനുള്ളതും ഉണ്ടാവും. ഇത് മൂന്നും നമ്മൾ കൃത്യമായി പരിശീലിക്കേണ്ടത്. അവിടെ ഞാൻ സാധാരണ കാണാറുള്ളത് കുട്ടികള് കുറച്ച് വിഷമിക്കുന്നത്, പിന്നെ ഇപ്പൊ 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ് 8:05 യാത്ര തുടങ്ങിയ ഒരു വാഹനം
7:15 PM അല്ലെങ്കിൽ 7:50 PM ഈ രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് കൃത്യമായിട്ട് മണിക്കൂറുകളെ മണിക്കൂറുകളായിട്ടും മിനിറ്റുകളെ മിനിറ്റുകളായും കണ്ടുകൊണ്ട് അത് കുറയ്ക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോ മണിക്കൂറുകൾക്കിടയിലുള്ള മിനിറ്റുകളെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് മണിക്കൂറുകൾ ആദ്യം ചെയ്യുകയും അതിനുശേഷം മിനിറ്റിനെ കൺവേർട്ട് ചെയ്യുകയും ചെയ്താൽ മാറ്റുകയും ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യമായിരിക്കും. ഇനി മറ്റൊന്ന് സാധാരണ ക്ലോക്കിലെ സൂചികളുടെ സ്ഥാനം. ഇപ്പോൾ നമ്മുടെ കുട്ടികള് നമുക്കറിയാം മൊബൈലും ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഡിജിറ്റൽ ക്ലോക്കിലാണ് പൂർണ്ണമായും സമയമൊക്കെ നോക്കുന്നത്. ക്ലോക്കിന്റെ ഒരു കാര്യം വളരെയധികം പുറകിലാണ് നമ്മുടെ കുട്ടികൾ. ഇപ്പൊ ക്ലോക്കിലെ സൂചികളുടെ സ്ഥാനം, ഒരു സൂചി മണിക്കൂർ സൂചി ഇന്നേ സ്ഥലത്ത്, മിനിറ്റ് സൂചി മറ്റൊരു പോയിന്റിൽ നിൽക്കുമ്പോൾ അതിനിടയിലുള്ള മിനിറ്റുകളുടെ എണ്ണം, മിനിറ്റുകൾ എത്രയാണ് എന്ന് സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അപ്പോ ക്ലോക്കിലെ സൂചികളുടെ സ്ഥാനവും ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്യാതെ എനിക്ക് നിങ്ങളെ ഇങ്ങനെയെങ്കിലും മുഖം കാണാതെ സംസാരിക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പ്രസന്റേഷൻ ഒഴിവാക്കുന്നത്. ഓരോ പാഠത്തിലെയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഇട്ടതുപോലെ തന്നെ ഞാൻ ക്ലാസ്സിന് ശേഷം ഗ്രൂപ്പിലേക്ക് ഇടുന്നതായിരിക്കും. ഇപ്പോൾ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. അപ്പോ സൂചികളുടെ സ്ഥാനം, സൂചികൾക്കിടയിൽ കണ്ടെത്താം, രണ്ട് സൂചികൾക്കിടയിൽ കണ്ടെത്താവുന്ന മിനിറ്റ് ചോദിക്കാം, സെക്കൻഡ് ചോദിക്കാം. ഓക്കെ, അതുപോലെ മിനിറ്റ് സൂചികൾ കറങ്ങുന്നതിന്റെ എത്ര തവണ കറങ്ങും, ഒരു ദിവസം എത്ര തവണ കറങ്ങും, അത് മിനിറ്റ് സൂചി കറങ്ങുന്നത് ചോദിക്കാം, മണിക്കൂർ സൂചി കറങ്ങുന്നത് ചോദിക്കാം, അപ്പോ സെക്കൻഡ് സൂചി കറങ്ങുന്നതും ചോദിക്കാം. അപ്പോൾ അതിലൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഒരു മണിക്കൂർ എന്നാൽ എത്ര മിനിറ്റ് ആണെന്നും, ഒരു മണിക്കൂർ എന്നാൽ എത്ര സെക്കൻഡ് ആണെന്നും, ഒരു മിനിറ്റ് എന്നാൽ എത്ര സെക്കൻഡ് ആണെന്നും, ഒരു ദിവസത്തിൽ എത്ര സെക്കൻഡുകൾ ഉണ്ട് എന്നും ഒക്കെ പ്രാഥമികമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ ഡിജിറ്റൽ ക്ലോക്കുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളും നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതും ചിലപ്പോൾ ചോദിച്ചേക്കാം. അവിടെ ഡിജിറ്റൽ ക്ലോക്കിന്റെ മാറ്റം അടുത്ത സമയത്തിലേക്ക് മാറുമ്പോൾ ആ സംഖ്യ എങ്ങനെ മാറുന്നു എന്നുള്ള തരത്തിലൊക്കെ ചിലപ്പോ ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. പിന്നെ എല്ലാ പാഠത്തിലും ഞാൻ പറഞ്ഞതുപോലെ ചില പട്ടികകൾ തന്നുകൊണ്ട് ആ പട്ടികയെ വിശകലനം ചെയ്ത് നമ്മൾ ഗണിതത്തിലായാലും ഏതൊരു ഭാഷയിലായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആ ഒരു പട്ടിക പരിശോധിക്കുമ്പോൾ ഒരു പട്ടിക മാത്രം തന്നു കഴിഞ്ഞാൽ ആ പട്ടികയിൽ നിന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാവും. അത്തരം ചോദ്യങ്ങൾ സ്വയം എഴുതി പരിശീലിച്ചാൽ ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമാണ്. അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ധാരാളം പട്ടികകളും മറ്റു കാര്യങ്ങളും നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലുണ്ട്. അപ്പൊ അതിലെ ഉത്തരം കണ്ടെത്തുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്, അതിൽ നിന്ന് പരമാവധി ചോദ്യങ്ങൾ ഉണ്ടാക്കി അതിന്റെ ഉത്തരം കണ്ടെത്തുക. അപ്പോ കുറച്ചുകൂടി ഏതൊക്കെ തരത്തിൽ ചോദ്യങ്ങൾ വരാമെന്ന് നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. അപ്പൊ പട്ടിക തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പട്ടികയിലെ കോളങ്ങൾ പൂർത്തിയാക്കാനായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആ പട്ടിക വിശകലനം ചെയ്ത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിരിക്കും പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ പട്ടിക വിശകലനം ഞാൻ എല്ലാ പാഠത്തിലും കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പറഞ്ഞ പോലെ ഈ പാഠത്തിലും പ്രതീക്ഷിക്കാം. അതുപോലെയാണ് പ്രശ്നാപഗ്രഥനമായ ചോദ്യം. നമ്മൾ 5 മാർക്കിന്റെ ചോദ്യങ്ങൾ, അത് ചിലപ്പോ മറ്റൊരു പാഠത്തിലെ പ്രവർത്തനം, മറ്റേ ഗുണനമോ ഹരണമോ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന്റെ കൂടെ ഉൾച്ചേർത്തുകൊണ്ട് ഒരു ചോദ്യം ചിലപ്പോൾ ഇതിൽ നിന്ന് ചോദിച്ചേക്കാം. അത് ചിലപ്പോൾ ഒരു കൃഷിപ്പണിയുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പൊ രാവിലെ ഇത്ര മുതൽ ഇത്ര സമയമാണ് അവര് തൊഴിലാളികൾ പണിയെടുക്കുന്നത് എങ്കിൽ അവർ എത്ര സമയമാണ് പണിയെടുക്കുന്നത് എന്നുള്ള തരത്തിൽ ഒരു ചോദ്യം, ഒരു ഉപചോദ്യം എന്നുള്ള രീതിയിലും ഇത് ചോദിക്കാം. അപ്പൊ എങ്ങനെ പോയാലും സമയം എന്ന പാഠത്തിൽ നിന്ന് 1 മാർക്കിന്റെ ഒരു ചോദ്യം സമയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാം. ഈ കലണ്ടറിലേക്ക് പോകുമ്പോൾ അവിടെയും നമ്മൾ വളരെ കുറഞ്ഞ കാര്യങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ചർച്ച ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് മാറുന്നതിന്റെ മുമ്പുള്ള ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അപ്പൊ ഈ കലണ്ടർ എന്ന് പറയുന്നത്, എന്റെ പുറകിൽ തന്നെ കലണ്ടർ ഉണ്ട്, തൂങ്ങി കിടക്കുന്നുണ്ട്. ഈ കലണ്ടർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക് സംഖ്യകൾ തന്നെയാണ്. അതിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു മാജിക്കൽ അല്ലെങ്കിൽ ഒരു പാറ്റേൺ രീതിയിലാണ് പോകുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഒരു വർഷം നിർബന്ധമായി അറിഞ്ഞിരിക്കണം, അധിവർഷത്തെ കുറിച്ച് അറിവുണ്ടായിരിക്കണം, ദിവസം ഓരോ മാസത്തെയും ദിവസങ്ങളെ കുറിച്ച് അറിവുണ്ടായിരിക്കണം, പിന്നെ ഒരു മാസത്തിലെ
ആഴ്ചകളെ കുറിച്ച് കൃത്യമായി അറിയേണ്ട, തുടങ്ങുന്ന ദിവസവും അവസാനിക്കുന്ന ദിവസവും 5 ആഴ്ചകളുള്ള ദിവസങ്ങള്, 5 വീതം ആഴ്ചകളുള്ള ദിവസങ്ങള്, 5 വരാത്ത ദിവസങ്ങള്. അപ്പോ അത്തരത്തിലൊക്കെ ചോദ്യം അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ മാസങ്ങളിലെ ആകെ ദിനങ്ങൾ നമുക്ക് ഓർത്തു വെക്കേണ്ടത് നമുക്കറിയാം 31, 30, 28 ഓർ 29. ഈ തരത്തിലാണ് നമ്മളുടെ മാസങ്ങളിലെ ദിവസങ്ങൾ ഉള്ളത്. അതില് അതിവർഷത്തിൽ മാത്രമാണ് നമുക്കറിയാം ഫെബ്രുവരിയില് 29 ദിവസം വരുന്നത്. അപ്പൊ ഓരോ മാസങ്ങളിലെ ആഴ്ചകള്, തീയതികള്, തുടങ്ങുന്ന ദിവസം, അവസാന ദിവസം, ആഴ്ചകളുടെ എണ്ണം, അതിൽ തന്നെ ചില മാസങ്ങളിൽ ചില പ്രത്യേക തീയതികളിൽ വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അത് അടിസ്ഥാനമാക്കിയും ചിലപ്പോൾ ചോദിക്കാം. ഇപ്പോ 1-ാം തീയതി ഇന്നേ ദിവസമാണ്, ഇന്നേ ആഴ്ചയാണെങ്കിൽ ആ മാസത്തെ അല്ലെങ്കിൽ അടുത്ത മാസത്തെ 11-ാം തീയതി എത്രയാണ്, അല്ലെങ്കിൽ 15-ാം തീയതി എത്രയാണെന്നുള്ള ചോദ്യം ചോദിക്കുന്നത് പോലെ തന്നെ ഇപ്പൊ ഡിസംബർ മാസം, നവംബർ മാസം 1-ാം തീയതി ഒരു ശനിയാഴ്ചയാണെങ്കിൽ ഈ വർഷത്തെ ക്രിസ്മസ് ഏത് ദിവസമായിരിക്കും? പക്ഷെ ക്രിസ്മസ് എന്നുള്ളത് ഒരു നിശ്ചിത തീയതിയിലാണ് എല്ലാ വർഷവും നടക്കാറ്. അതേപോലെ ഗാന്ധി ജയന്തി ഒക്ടോബർ 2 എന്നുള്ള ദിവസമാണ്. റിപ്പബ്ലിക് ഡേ, ഈ തരത്തിലുള്ള ചോദ്യങ്ങള് വിശേഷ ദിവസങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ. അപ്പോ ഇനി മുൻപുള്ള ദിവസം, ശേഷമുള്ള ദിവസം, മുൻപത്തെ ആഴ്ച, ശേഷമുള്ള ആഴ്ച, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മുൻപുള്ള ദിവസവും ശേഷമുള്ള ദിവസവും ഒക്കെ കാണാൻ നിങ്ങൾക്കറിയാം, ഒന്ന് കൂട്ടിയും ഒന്ന് കുറച്ചും ആണ് അത് ചെയ്യുന്നത്. അതേസമയം തൊട്ട് മുമ്പുള്ള ആഴ്ചയും തൊട്ട് ശേഷമുള്ള ആഴ്ചയും കാണാൻ 7 വീതം കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്ന രീതി, ഇതൊക്കെ നിങ്ങൾ പരിചയിച്ചതാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. പിന്നെ ചില കളങ്ങളിലെ സംഖ്യകളുടെ സവിശേഷതകൾ ഞാൻ പറഞ്ഞു, മാജിക് ആണ് കലണ്ടർ. അതിലെ അടുത്തടുത്ത സംഖ്യകളിലെ കളങ്ങളിലെ സംഖ്യകളുടെ തുകയും വ്യത്യാസവും ഇതൊക്കെ ചില മാജിക്കുകൾ പോലെ തന്നെയാണ്, ചില മാർഗങ്ങളിലൂടെയാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ചോദ്യം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു പോകാം. ഞാൻ ആദ്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമുക്കതിലേക്ക് പോകാം. ഇനി കളങ്ങൾ പൂർത്തിയാക്കൽ സാധാരണ തരാറുള്ളതാണ്. ഏതെങ്കിലും കഷ്ണങ്ങളായിരിക്കും തരുന്നത്. അവിടെ കൃത്യമായിട്ട് കുട്ടി ആലോചിക്കേണ്ട കാര്യം, ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ചില പരീക്ഷകളിൽ നടത്തിയപ്പോ, അല്ലെങ്കിൽ ഈ വർഷം പരീക്ഷ നടത്തിയപ്പോ ചില കളങ്ങൾ പൂരിപ്പിക്കുന്നതിൽ കുട്ടികൾ ചിലപ്പോഴൊക്കെ തെറ്റ് വരുത്തുന്നത്, അത് ചിലപ്പോ ഏറ്റവും അറിയുന്ന കുട്ടി പോലും അതിൽ തെറ്റ് വരുന്നുണ്ട്. കലണ്ടറിലെ കള്ളികൾ എന്ന് പറഞ്ഞത് 7 ദിവസങ്ങളാണ് എന്നുള്ള ആ കള്ളി കൃത്യമായ നമ്മുടെ ആ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അപ്പോ അവിടെ തന്നിരിക്കുന്നത് ചിലപ്പോൾ ഒരു 3-6 കള്ളിയായിരിക്കും, താഴത്തെയും മേലത്തെയും, അല്ലെങ്കിൽ കോണോട് ചേർന്നിട്ട് ഇങ്ങനെ വരുന്ന ഒരു 3 കള്ളിയായിരിക്കും. അപ്പോ ആ 3 കള്ളിക്ക് മുന്നിലും പുറകിലും ഉള്ള ദിവസങ്ങൾ ഉണ്ട് എന്നുള്ള ധാരണ കൃത്യമായിട്ട് വേണം. ഇപ്പൊ 3 കള്ളികൾ തന്നിട്ടുണ്ടെങ്കിൽ 1, 2, 3 എന്ന് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ താഴെ 4, 5, 6 എന്ന് എഴുതുന്ന കുട്ടിയെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ 1ന്റെ താഴെ 8 വരേണ്ടത് എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അതനുസരിച്ചാകുമ്പോൾ നമുക്ക് ആ കളങ്ങൾ പൂർത്തിയാക്കേണ്ടതിൽ വിഷയമുണ്ടല്ല. കളങ്ങളിലെ സംഖ്യകളുടെ തുക ചോദിക്കാം. അവസാന 5 കളങ്ങളിലെ തുക എത്രയാണ്? അവസാന 5 കളങ്ങളിലെ തുക ഇത്രയാണെങ്കിൽ, അതായത് അവസാനത്തെ തീയതി ഒന്നും അവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ 31 ദിവസം ഉള്ളതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം ആ മാസം, അല്ലെങ്കിൽ 30 എന്നുള്ളത് ഉറപ്പുണ്ടാവണം, അല്ലെങ്കിൽ 29 28 ആണെന്നുള്ളത് ഉറപ്പുണ്ടാവണം. അപ്പോഴാണ് ലാസ്റ്റിലത്തെ 5 സംഖ്യകൾ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിലെ 5 സംഖ്യകളുണ്ട്, അതിലെ പിന്നെ ആദ്യത്തെ സംഖ്യ ഏതാണ്? ഈ ചോദ്യം ചോദിക്കാം. അല്ലെ അതിന്റെ തുക ഏതാണ്? തുക തന്നു കഴിഞ്ഞിട്ട് അതിലെ സംഖ്യകൾ ഏതാണ് എന്നും ചില തുകകൾ തരിക, തുടർച്ചയായ സംഖ്യകളുടെ തുകകൾ തന്നിട്ട് ഇതൊക്കെ നമ്മൾ ലോകത്തിൽ സംഖ്യകളുമായി ബന്ധപ്പെട്ട പാഠത്തിലും പറഞ്ഞതാണ്. അപ്പൊ അതുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഈ ഒരു പാഠത്തെ അങ്ങനെയും നോക്കാണ്. പിന്നെ അടുത്തടുത്ത സംഖ്യകളിലെ 9 കളങ്ങള്, 5 കളങ്ങള്, അതിലെ തുക കാണാനുള്ള മാർഗവും അതിലെ തുകയും ചിലപ്പോൾ ചോദിക്കാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു തീയതി തരും, അല്ലെങ്കിൽ ഒരു തീയതി പറയും, അവിടെ സൂചിപ്പിക്കുകയുള്ളൂ, കളങ്ങൾ തരില്ല, സൂചിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ 1-ാമത്തെ കളത്തിലെ തീയതി ഇത്രയാണ് എങ്കിൽ ആ
അടുത്തടുത്ത് വരുന്ന 9 കളങ്ങളിലെ തുക എത്രയാണ് എന്നുള്ള ചോദ്യം ചോദിക്കാം. അപ്പൊ അവിടെ കളിയൊന്നും തന്നിട്ടുണ്ടാവില്ല. അപ്പൊ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ ആ കളികൾ വെറുതെ ഒന്ന് വരച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഇനി വരയ്ക്കുന്നില്ലെങ്കിലും അത് കൃത്യമായി പഠിച്ച ഒരാൾക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല, കൃത്യമായിട്ട് അത് കണ്ടെത്താൻ കഴിയും. ഞാൻ ഒന്ന് 2 ചോദ്യം ഇരുന്ന് തരുന്നതുകൊണ്ടാണ് ആ മാർഗം ഇപ്പൊ പറയാത്തത്, എന്താണെന്നുള്ളത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ 2 തീയതികൾക്കിടയിലുള്ള ദിവസങ്ങളുടെ എണ്ണം ചോദിക്കാറുണ്ട്. അത് മിക്കവാറും നമ്മളെ പരീക്ഷിക്കാൻ 31 ദിവസം ഉള്ളതാണോ 30 ദിവസം ഉള്ളതാണോ എന്നറിയാൻ വേണ്ടി. അപ്പം ആഗസ്റ്റ് മാസം 10-ാം തീയതി ഇന്നേ ദിവസമാണെങ്കിൽ സെപ്റ്റംബർ മാസം 3-ാം തീയതി ഏത് ദിവസമായിരിക്കും എന്നുള്ള തരത്തിൽ അപ്പൊ അവിടെ എണ്ണം കാണേണ്ടതുണ്ട്. എണ്ണം കണ്ടാലേ നമുക്ക് ആ ആഴ്ച കണ്ടെത്താൻ കഴിയും. അപ്പോൾ 30 മാസമുള്ളതാണെങ്കിൽ 30 ദിവസമുള്ള മാസമാണെങ്കിൽ 31 കൂട്ടിയാൽ ആ ഉത്തരം തെറ്റും. 31 ഉള്ളതാണെങ്കിൽ 30 ചെയ്തുള്ളൂവെങ്കിലും ആ ഉത്തരം. അപ്പൊ കൃത്യമായ ധാരണ ആ ചോദിച്ചിരിക്കുന്ന മാസത്തെ കുറിച്ച് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു കളങ്ങൾ പൂർത്തിയാക്കൽ വരും, അടുത്തടുത്ത കളങ്ങളിലെ സംഖ്യകളുടെ തുകകൾ കണ്ടെത്തൽ, കലണ്ടർ മാജിക് എന്നുള്ള രീതിയിൽ അത് കണ്ട് കലണ്ടർ പാറ്റേൺ, ഇതൊക്കെ ഈ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നമ്മൾ സമയവും കലണ്ടറുമാണ് ഞാനിപ്പോ ഈ സമയത്ത് പറഞ്ഞത്. സമയത്തിലെ ഒരു വ്യത്യസ്തമായി കണ്ട ഒരു ചോദ്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആരും മൈക്ക് ഓൺ ചെയ്യോ ഉത്തരം പറയുകയോ വേണ്ട. നിങ്ങൾ ഉത്തരം കണ്ടെത്തി എഴുതാൻ, നിങ്ങൾ എഴുതാൻ സാധ്യതയുള്ള ഉത്തരങ്ങൾ ഞാനിവിടെ പറയും. അതിനുശേഷം അതിന്റെ ശരി ഉത്തരവും പറയും. ഒരു ക്ലോക്ക് 2 മണി അടിക്കാൻ 1 സെക്കൻഡ് സമയമെടുത്തു. നിങ്ങൾക്ക് എഴുതിയെടുക്കുന്നുണ്ട്, അതിനുള്ള സമയം കൂടി ആയിട്ടാണ് ഞാൻ 1, 2, 3 പ്രാവശ്യം പറയും. ആരും മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കൊന്നും വേണ്ട. ഒരു ക്ലോക്ക് 2 മണി അടിക്കാൻ, ക്ലോക്കിൽ നമുക്കറിയാം മണിമുട്ടുന്ന ക്ലോക്ക് ഉണ്ട്, എല്ലാ ക്ലോക്കൊന്നും മണിമുട്ടില്ല, മണിമുട്ടുന്ന ഒരു ക്ലോക്കിൽ 2 മണി അടിക്കാൻ 1 സെക്കൻഡ് സമയം എടുത്തു എങ്കിൽ 4 മണി അടിക്കാൻ എത്ര സെക്കൻഡ് സമയമെടുക്കും? 4 മണി അടിക്കാൻ എത്ര സെക്കൻഡ് സമയം എടുക്കും? അപ്പൊ ഞാനിപ്പോ നമ്മുടെ അധ്യാപക കൂട്ടത്തിന് വേണ്ടി തയ്യാറാക്കുന്ന 2ാമത്തെ മോഡൽ സെറ്റ് ചോദ്യത്തിലേക്ക് ഉൾപ്പെടുത്തിയൊരു ചോദ്യം കൂടിയാണ്. അതേപോലത്തെ ഒരു ചോദ്യമാണ്. അപ്പൊ അവിടെ നിങ്ങൾ എഴുതാൻ സാധ്യതയുള്ള ചില ഉത്തരങ്ങൾ പറഞ്ഞു പോവാം. പിന്നെ 2 മണി അടിക്കാൻ 1 സെക്കൻഡ് ആയതുകൊണ്ട് തന്നെ 4 മണി അടിക്കാൻ 2 സെക്കൻഡ് എന്നുള്ള ഉത്തരം എഴുതിയിട്ടുണ്ടാവും. ഇനി 1 സെക്കൻഡ് എന്നുള്ള ഉത്തരം എഴുതിയവരും ഉണ്ടാവാം. വ്യത്യസ്ത ഉത്തരങ്ങൾ എഴുതിയവരുണ്ടാവും. ഇവിടെ നോക്കുക, ചോദ്യം ഇതാണ്. ഒരു ക്ലോക്ക് 2 മണി അടിക്കാൻ 1 സെക്കൻഡ് സമയമെടുക്കും. അതായത് 2 മണിയാണ് അവിടെ അടിക്കേണ്ടത്. 2 മണി അടിക്കുന്നതിന്റെ ഇടയിലുള്ള ഇടവേളയാണ് 1 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ 4 മണി അടിക്കുമ്പോൾ എത്ര ഇടവേളകൾ വരുന്നു എന്നാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. 4 മണി അടിക്കുമ്പോൾ 1 കഴിഞ്ഞ് 2ാമത്തേലേക്ക് എത്തുമ്പോൾ ഒരു ഇടവേള, 2 കഴിഞ്ഞ് 3ാമത്തേലേക്ക് എത്തുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു ഇടവേള, 3-ൽ നിന്ന് 4-ൽ എത്തുമ്പോൾ അതിന്റെ ഇടയിലെ ഒരു ഇടവേള. അപ്പോൾ ഉത്തരം 2 സെക്കൻഡ് എന്ന് എഴുതാൻ കൂടുതൽ സാധ്യതയുണ്ട്. പക്ഷേ ഉത്തരം ആയി വരിക 3 സെക്കൻഡാണ്. 3 ഇടവേളകളാണ് അതിനിടയിലുള്ളത് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിൽ തന്നെ ക്ലോക്കിൽ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ കണ്ണാടിയിൽ കാണുന്ന സമയവും യഥാർത്ഥ സമയവും. നമുക്കറിയാം കണ്ണാടി, അത് നിങ്ങൾക്കറിയാം ഇടതും വലതും മാത്രമേ അതിന് മാറ്റുള്ളൂ. മുകളിലും താഴെയും തലകുത്തി ആയിരിക്കില്ല ഒരിക്കലും കാണുന്നത്. ഇടതും വലതും മാറിയാണ് കാണുന്നത്. ഇപ്പൊ 3 മണിയാണ് ക്ലോക്കിൽ കണ്ണാടിയിൽ കണ്ടതെങ്കിൽ, കൃത്യം 3 മണിയാണ് കണ്ടതെങ്കിൽ യഥാർത്ഥ സമയം 9 മണി എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അപ്പൊ ഇത്രയുമാണ് ഏകദേശ സമയവുമായി ബന്ധപ്പെട്ട പാഠത്തില് വരാൻ സാധ്യതയുള്ള ഒരു മേഖല. ഇനി ഞാൻ കലണ്ടർ മാജിക്കുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചോദ്യം കൂടി പറയാം. ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കലണ്ടറിലെ 9 സംഖ്യകൾ വരുന്ന സമയോദരങ്ങളാണല്ലോ അവിടെയുള്ളത്. 9 സംഖ്യകൾ വരുന്ന 9 സമയോദരങ്ങൾ വരുന്ന ആ സംഖ്യകൾ ആദ്യത്തെ സംഖ്യ 1 ആണ് എങ്കിൽ ഈ 9 സംഖ്യകളുടെ തുക എത്രയാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇതിലുള്ള
മിക്കവാറും പേർക്ക് ചിലപ്പോൾ അറിയാതിരിക്കാം അതിന്റെ മാർഗം. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ റെക്കോർഡഡ് ക്ലാസ് കൂടി ആയതുകൊണ്ട് മറ്റ് കാണുന്നവർക്ക് കൂടി വേണ്ടി പറഞ്ഞു പോവാണ്. അപ്പൊ ഒന്നാമത്തെ സംഖ്യയാണ് തന്നിട്ടുള്ളത് 9 കളത്തിൽ. അത് 1 എന്ന് വെച്ചാൽ ഒന്നാമത്തെ തീയതിയാണ്. എങ്കിൽ നമുക്ക് ഇതിന്റെ ഉത്തരം കാണണമെങ്കിൽ അതിലെ മധ്യത്തിലെ സംഖ്യയാണ് കിട്ടേണ്ടത്. എല്ലാം കൂടി 9 സംഖ്യയും കൂടി കൂട്ടുക എന്നുള്ളതല്ല. കൂട്ടിയാലും കിട്ടും കേട്ടോ, കിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പലരും കൂട്ടാനൊക്കെ ശ്രമിക്കും. പക്ഷെ അതിനുള്ള സമയം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അനുവദിച്ചിട്ടില്ല. പരമാവധി വേഗത്തിൽ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി പോവുക എന്നുള്ളതാണ്. അപ്പോ അവിടെ ഒന്നാമത്തെ സംഖ്യ തന്നിട്ടുണ്ട്, ഒന്നാമത്തെ തീയതി തന്നിട്ടുണ്ട്. അപ്പോ നമുക്കറിയാം 3 എണ്ണത്തില് 1, 2, 3 എന്നാണ് വരിക. അപ്പൊ രണ്ടാമത്തത് 2 അപ്പൊ 2ന് താഴെ വരുന്നതായിരിക്കും നടുവിലത്തെ മധ്യത്തിലെ സംഖ്യ. അപ്പൊ 2ന് താഴെ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 9 ആയിരിക്കും. അപ്പോ 9നെ സംഖ്യകളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. അതായത് 81. ആകെയുള്ള കളങ്ങളുടെ എണ്ണം 9 നടുവിലത്തെ സംഖ്യ 9 എങ്കിൽ ഉത്തരം 81 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെ ഏത് സംഖ്യ തന്നാലും നടുവിലത്തെ സംഖ്യ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നടുവിലത്തെ സംഖ്യ തരണം എന്നില്ല. ഇതുപോലെ പ്രസ്താവനയെ ഉണ്ടാവുള്ളൂ, ചിത്രമൊന്നും തന്നിട്ടുണ്ടാവില്ല. ഒരു കലണ്ടറിലെ 9 സംഖ്യകൾ വരുന്ന സമചതുരത്തിലെ, അത് സമചതുരമായിട്ട് 9 കളികൾ വരുന്ന സമചതുരത്തിലെ ഒന്നാമത്തെ സംഖ്യ 11 എങ്കിൽ ആ 9 സംഖ്യകളുടെയും തുക എത്ര എന്ന് ആണ് ചോദിക്കുക. അപ്പൊ ഒന്നാമത്തെ സംഖ്യ തന്നിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ ടാസ്ക് എന്താ? നടുവിലത്തെ സംഖ്യ കണ്ടെത്തുക. നടുവിലത്തെ സംഖ്യ ഇൻറ്റു കളങ്ങളുടെ എണ്ണം. ഇവിടെ 9 × 9 വന്നതുകൊണ്ട് എല്ലാം 9 ആണെന്ന് ധരിക്കരുത്. ഇവിടെ 9ന്റെ നടുവിലത്തെ സംഖ്യ 9 ആയതുകൊണ്ട് 9 കൊണ്ട് ഗുണിച്ചു എന്നല്ല. നമ്മൾ ചില ഒറ്റ സംഖ്യകളുടെ തുക കാണാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതല്ല, ഇവിടെ 9 സംഖ്യകളായത് കൊണ്ടാണ് നടുവിലത്തെ സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചത്. ഇനി നടുവിലത്തെ സംഖ്യ 11 ആണെങ്കിലും ഗുണിക്കേണ്ടത് 9 കൊണ്ടാണ്. ഇനി നമ്മൾക്ക് വേറൊരു കളങ്ങൾ തരാം. 5 കളങ്ങൾ, അടുത്തടുത്ത 5 കളങ്ങൾ. മുകളിലുള്ളത്, താഴെയുള്ളത്, ഇടത്തുള്ളത്, വലത്തുള്ളത്, നടുവിലുള്ള ആ സംഖ്യ. അങ്ങനെ 5 കളങ്ങളുടെ സംഖ്യകളുടെ തുക കാണാനും ചോദിക്കാം. ഇവിടെയും ഏതെങ്കിലും ഒരു സംഖ്യ തരുന്നു. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? നടുവിലത്തെ സംഖ്യ കാണണം. ആ നടുവിലത്തെ സംഖ്യയുടെ എത്ര കളങ്ങളാണോ ഉള്ളത് ഇൻറ്റു ആ കളങ്ങൾ. 5 കളങ്ങളായിരിക്കും. ആ 5 നടുവിലത്തെ സംഖ്യ 11 ആണെങ്കിൽ ഇൻറ്റു 5 55 ആയിരിക്കും ആ 5 സംഖ്യകളിലെ ഫലം. ഇനി ഞാൻ പറഞ്ഞു അവസാനത്തെ തീയതി അറിയാമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പൊ 5 തീയതികൾ കൂട്ടി തന്നെയാണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ നടുവിലത്തെ സംഖ്യയെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പോൾ 31 മാസമുള്ളതിനെ കുറിച്ചാണ് ചോദിച്ചത്. അവസാനത്തെ 5 തീയതികളുടെ തുക എത്രയാണ് എന്ന് ചോദിച്ചാൽ 31, 30, 29, 28, 27. അപ്പൊ 29 × 5 ആയിരിക്കും അതിന്റെ ഉത്തരം. ഇത്തരത്തിൽ ഈ സമയവും കലണ്ടറും ഒന്ന് കൃത്യമായിട്ട് നോക്കിയാൽ സുഖമായി നമുക്ക് 2 മാർക്ക്, ഇനി 5 മാർക്കിന്റെ ചോദ്യവും ഇതിൽ നിന്ന് തന്നെ ഉണ്ടായിക്കൂടാതൊന്നുമില്ല. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് കുറയുന്ന കൂട്ടമാണ്. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കുറയ്ക്കുക എന്നുള്ളതാണല്ലോ. ഇവിടെ ഞാൻ കണ്ടുവന്നിട്ടുള്ളത് പലപ്പോഴും ഏറ്റവും മികച്ച കുട്ടികളും നമ്മുടെ ക്ലാസ്സിലെ പരീക്ഷകൾക്ക് പോലും നമ്മുടെ ടേം എക്സാമിനേഷനിൽ ഒരു കണക്ക് കിട്ടുകയാൽ സ്വയം വായിച്ച് അതിൽ എന്ത് ക്രിയയാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അവിടെ എങ്ങനെ ആണ് ഞാൻ കുറയ്ക്കുകയാണോ വേണ്ടത് മാഷെ, അല്ലെങ്കിൽ കൂട്ടുകയാണോ വേണ്ട സാറേ, ഈ ചോദ്യങ്ങൾ നമ്മുടെ ക്ലാസ് മുറിയിൽ ഉയരാറുണ്ട്. അവിടെ എന്താണ് ഉപയോഗിച്ച പദം എന്ന്, എന്താണ് ആ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ആ സൂചന അനുസരിച്ച് നമുക്കത് എന്തിനുള്ള ചോദ്യമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയണം. വ്യത്യാസമാണ്. ഇനി അവിടെ കുറയുന്ന കൂട്ടം എന്നുള്ള ഇതിൽ വരുന്നതാണ് സംഖ്യ രൂപീകരിക്കാനുണ്ട്. ചില സംഖ്യകൾ രൂപീകരിക്കേണ്ടി വരും. ഇപ്പൊ ഒരു ഉദാഹരണം, പിന്നെ നമ്മളെ ഈ വർഷത്തെ പാഠപുസ്തകത്തിൽ കൃത്യമായിട്ട് കുറച്ച് പറഞ്ഞു പോയ ഒരു ഭാഗമാണ് അക്കങ്ങളുടെ തുക. 4 അക്ക സംഖ്യകളിലെ അക്കങ്ങളുടെ തുക, 5 അക്ക സംഖ്യകളിലെ അക്കങ്ങളുടെ തുക, ഇതൊക്കെ കണ്ടെത്തി അബാക്കസിൽ സംഖ്യ ക്രമീകരിക്കുന്നു. ഇതൊക്കെ അപ്പൊ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചേക്കാം. 4 അക്കമുള്ള, അതായത് അക്കങ്ങളുടെ തുക 15 വരുന്ന
4 അക്ക സംഖ്യയിൽ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇവിടെ വ്യത്യാസം എന്നുള്ളത് എപ്പോഴും വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. മറ്റൊന്നാണ് കൂടുതലും കുറവും. ഒരാളുടെ സമ്പാദ്യം ഇത്രയാണ്, അതിനേക്കാൾ ഇത്ര രൂപ കൂടുതലാണ് മറ്റേ ആളുടെ സമ്പാദ്യം എങ്കിൽ സമ്പാദ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? അല്ലെങ്കിൽ അയാളുടെ സമ്പാദ്യം എത്ര? അല്ലെ കുറഞ്ഞ ആളുടെ സമ്പാദ്യം എത്ര? ഈ ചോദ്യങ്ങള് ഇത്തരം ചോദ്യങ്ങളും അതില് വരാം. വ്യത്യാസം കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ കൂടുതലും കുറവും അത്തരം ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെയും പട്ടികകൾ തന്നുകൊണ്ട് അതേ വിശകലനം ചെയ്ത് അത് പൂർത്തീകരിക്കുകയും അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിട്ട് അതിന് നിഗമനങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതിലും ഉണ്ടാവാം. പിന്നെ എല്ലാ സംഖ്യകളുമായി ബന്ധപ്പെട്ട പാഠങ്ങളിലും വരുന്നതാണ് നോട്ടുകളുടെ വിനിമയം. ഇവിടെ ഒരു സംഖ്യ തന്നുകൊണ്ട് അതിന് ഇത്ര രൂപയാണ് ഒരു കടയിൽ കൊടുത്ത സംഖ്യ പരാമർശിച്ചുകൊണ്ട് അതിന് 500ന്റെ നോട്ടുകൾ ഇത്രയാണ്. മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് 1000ന്റെ നോട്ടുകൾ ഉള്ളതുകൊണ്ട് സ്ഥാനവില കൂടി അതിലങ്ങ് പോവായിരുന്നു. ഇപ്പോൾ നോട്ടുകളുടെ വിനിമയം മാത്രമാണ് ചിലതൊക്കെ അതിൽ നടക്കുക. 100ന്റെ നോട്ടുകളും 10ന്റെ നോട്ടുകളും ഒക്കെ നമുക്ക് സ്ഥാനവിലകളുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ കഴിയാറുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ 500ന്റെ നോട്ടുകൾ വിനിമയം ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്നയാൾ കൊടുത്ത 3000 രൂപയ്ക്ക് സാധനം വാങ്ങി അദ്ദേഹം 4 500 രൂപയുടെയും 2 200 രൂപയുടെയും ബാക്കി 50 രൂപയുടെയും നോട്ടുകൾ കൊടുത്തു എന്ന തരത്തിൽ ചോദിച്ചിട്ട് എങ്കിൽ 50 രൂപയുടെ 50 രൂപ നോട്ടുകളുടെ എണ്ണം എത്ര? ഇത് കണ്ടുപിടിക്കാൻ കുട്ടികൾ പലപ്പോഴും ബുദ്ധിമുട്ടുന്നത് ഞാൻ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് കൊടുത്ത നോട്ടുകൾ എത്രയാണ്, സാധനത്തിന്റെ വില എത്രയാണ്, അതില് 200 രൂപയാണെങ്കിൽ അതിൽ എത്ര 50 രൂപ നോട്ടുകൾ ഉണ്ടാവും, 400 രൂപയാണെങ്കിൽ അതിൽ എത്ര 50 രൂപ നോട്ടുകൾ ഉണ്ടാവും. ഇനി 50 രൂപ നോട്ടുകളായിരിക്കില്ല, 10 രൂപയുടെ നോട്ടുകളുടെ ചോദിക്കാം, ഒരു കോയിനിന്റെ ചോദിക്കാം. ഈ രീതിയൊക്കെ ആ ചോദ്യങ്ങള് വരാം. ഇനി ഒരാൾ കൊടുത്ത നോട്ടുകൾ ഇത്രയാണ് എങ്കിൽ ആ സാധനത്തിന്റെ വില എത്രയെന്ന് ചോദിക്കാം. വ്യത്യസ്ത തരത്തിൽ നോട്ടുകൾ വെച്ചിട്ട് ഒരു സംഖ്യ തന്നെ വ്യത്യസ്ത നോട്ടുകളുടെ തുകയായി കാണുന്ന തരത്തിലും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെയാണ് പാറ്റേണുകൾ. ഇവിടെയും കുറയുന്ന തരത്തിലുള്ള പാറ്റേണുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അത് തിരിച്ചറിയാനും അത് സ്വയം നിർമ്മിക്കാനും ചില കാർഡുകൾ തന്നിട്ട്, ചില സംഖ്യാ കാർഡുകൾ തന്നിട്ട് അതിൽ ഇന്നതിൽ തുടങ്ങുന്ന ഒരു പാറ്റേൺ നിർമ്മിക്കാൻ പറയുന്നു. അത് ചിലപ്പോൾ കൂടുന്ന പാറ്റേൺ ആവും, ചിലപ്പോൾ കുറയുന്ന പാറ്റേൺ ആവും. അതിൽ ഏറ്റവും വലിയ സംഖ്യ തന്നുകൊണ്ട് കുറയുന്ന പാറ്റേൺ നിർമ്മിക്കാനൊക്കെ. അപ്പൊ പാറ്റേണുകൾ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ സംഖ്യകൾ തമ്മിൽ ആ പാറ്റേൺ നിശ്ചിത ബന്ധം ഒരു പ്രത്യേക തരത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെയും പട്ടിക തന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറിലെ വില തന്നുകൊണ്ട് ആ വിലയെ താരതമ്യം ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ വില തരാതെ ഒരെണ്ണത്തിന്റെ മാത്രം വില തന്നുകൊണ്ട് മറ്റൊരു സാധനത്തിന്റെ വില ഇതിനേക്കാൾ 150 രൂപ കൂടുതലാണ്, അല്ലെങ്കിൽ 275 രൂപ കുറവാണ്. ഇത്തരത്തിൽ ചോദിച്ചിട്ട് ഒരു 4 വസ്തുക്കളുടെ വില കണ്ടു, അല്ലെങ്കിൽ ഒരു മാസത്തെ 4 മാസത്തെ പാൽ വിറ്റ വിലയിലുള്ള വരുമാനം തന്നുകൊണ്ട് ഒരു വരുമാനം തരും. അതില് മുമ്പത്തെ മാസം ഇത്ര കുറവായിരുന്നു, അതിനു മുമ്പത്തെ മാസം ഇത്ര കൂടുതലായിരുന്നു. ഈ രീതിയിൽ പറഞ്ഞുകൊണ്ട് കൂടുതലും കുറവും എന്നുള്ള രീതിയിലുള്ള കൃത്യമായ കുറയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, കൂട്ടലായാലും കുറയ്ക്കലായാലും ഗുണിക്കലായാലും വരിക ഇതൊക്കെ ഒരുമിച്ച് വരുന്ന പ്രശ്നാമകരണ ചോദ്യങ്ങളാണ് മുൻകാല LSS എന്ന് പറയുന്ന പരീക്ഷകളിലൊക്കെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ അതേ രീതിയിൽ തന്നെ ഈ CM കിഡ്സിലേക്കും തുടരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, നമ്മൾ ആലോചിക്കേണ്ട കാര്യം, മാഷ് നേരത്തെ ചോദിച്ചപ്പോൾ കട്ട് ഓഫ് മാർക്ക് എന്നുള്ളത് ലക്ഷ്യമായത് കൊണ്ട് മിനിമം മാർക്ക് നമുക്കില്ല, ഏറ്റവും മാക്സിമം മാർക്ക്. നമുക്കറിയാം മാത്സിലാണ് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കാരണം മാത്സിൽ ഏകദേശമില്ല, കൃത്യ ഉത്തരമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഗുണമുള്ളത് 4 ഓപ്ഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പട്ടിക പരിശോധിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ഓപ്ഷനുകൾ പരിശോധിച്ച് അതിൽ നിന്ന് ഉത്തരത്തിലേക്ക് അല്ലെങ്കിൽ ചോദ്യത്തിലേക്ക് പോവുക, തിരിച്ചു പോവുക. അപ്പോൾ നമുക്ക് ശരിയായ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്ന മാർഗം കണ്ടെത്താൻ കഴിയും. അപ്പോ
ചതുഷ്ക്രിയകളുമായി ബന്ധപ്പെട്ടായിരിക്കാം ഈ പാഠത്തിലെ ഒരു ചോദ്യം അതിലുണ്ടാവുക. ഇനി 1 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പിലും ഈ ചോദ്യങ്ങൾ ചിലപ്പോൾ വരാം. വ്യത്യസ്ത ക്രിയകൾ തന്നുകൊണ്ട് കുറയ്ക്കുന്ന ക്രിയകൾ തന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ വരാം. ഇനി 7ാമത്തെ യൂണിറ്റ് പെരുക്കൽ പെരുമ, ഗുണനവുമായി ബന്ധപ്പെട്ട യൂണിറ്റ് ആണ്. നമുക്കറിയാം ഗുണനം എന്ന് പറയുന്നത് ആവർത്തന സങ്കലനമാണ്. തുടർച്ചയായ സംഖ്യകൾ കൂട്ടുന്നതാണ് ഗുണനം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ദോഷം അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഗുണന വസ്തുതകൾ കൃത്യമായി ഉറപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പല സ്കൂളുകളിലും ക്ലാസ് എടുക്കാൻ പോയപ്പോഴും എൻ്റെ സ്കൂളിലെ കുട്ടികളുടെ മുന്നിൽ എടുക്കുമ്പോഴുള്ള ഒരു വസ്തുതയായിട്ട് ഞാൻ ഗുണന വസ്തുത കൃത്യമായി ഉറപ്പിക്കാതെ ഗുണന പ്രവർത്തനങ്ങൾ പെട്ടെന്ന് ചെയ്യാനും, ഇപ്പോൾ ആവർത്തന സങ്കലനമാണ് ഗുണനം എന്ന് പറഞ്ഞു, ആവർത്തനമായിട്ട് കൂട്ടിയാലും ഉത്തരം കിട്ടും. പക്ഷേ വലിയൊരു സംഖ്യ തന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആവർത്തിച്ച് കൂട്ടാനുള്ള സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള എളുപ്പമാർഗം ഗുണന വസ്തുക്കൾ. ഇത് തന്നെയാണ് ഹരണത്തിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നം. അവിടെയും ഈ ഒരു ഗുണന വസ്തുത ഉറക്കാത്തതിന്റെ പ്രശ്നം. പിന്നെ ചില സംഖ്യകളുടെ ഗുണിക്കുമ്പോഴുള്ള പ്രത്യേകതകൾ, ചില സംഖ്യകൾക്ക് അത് ഹരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ കൂടിയാവാം. പിന്നെ ഇതിലെ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത പാറ്റേണുകൾ ചോദിക്കാം. ഗുണനവുമായി ബന്ധപ്പെട്ട് വരുന്ന പാറ്റേണുകൾ ഉണ്ടാകാം. സൂചനകൾക്ക് അനുസരിച്ച് സംഖ്യകൾ കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. എളുപ്പമായിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം, 0 ഉൾപ്പെടുന്ന സംഖ്യകളുടെ ഗുണനത്തിന്റെ എളുപ്പവഴി നിങ്ങൾക്കറിയാം. സംഖ്യ മാത്രം ഗുണിക്കുകയും ആകെയുള്ള ഗുണിക്കേണ്ട സംഖ്യയിലും ഗുണിക്കുന്ന സംഖ്യയിലുമുള്ള പൂജ്യങ്ങളുടെ എണ്ണം ഉത്തരത്തിന്റെ കൂടെ എഴുതുകയും ചെയ്താൽ 0 കൊണ്ടുള്ള ഗുണനം വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. എത്ര തവണ അത് പരിശീലിച്ചാലും ചില കുട്ടികളെങ്കിലും അതിൽ തെറ്റുവരുത്താറുണ്ട്. അപ്പൊ അതുണ്ടാവരുത്. നമുക്കിപ്പം 100 ഗുണിക്കണം 300 തന്നിട്ടില്ലെങ്കിൽ 1 ഗുണിക്കണം 3 ചെയ്തതിന് ശേഷം 100-ലുള്ള പൂജ്യത്തിന്റെയും 300-ലുള്ള പൂജ്യത്തിന്റെയും എണ്ണമായ 4 എണ്ണം എടുത്തെഴുതിയാൽ ഉത്തരമാവും എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. അത് 2 അക്ക സംഖ്യ ആദ്യം 2500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ഗുണിക്കേണ്ട സംഖ്യ, അത് തമ്മിൽ ഗുണിച്ചിട്ട് അതിലുള്ള പൂജ്യങ്ങൾ എടുത്തെഴുതിയാൽ മതി എന്നുള്ള ധാരണ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്, ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോ 0 വരുന്ന ഗുണനം വളരെ 1ന്റെ ഗുണനം ഇതൊക്കെ നമുക്കറിയാം. അതിലാണ് കൂട്ടിയാലും ഗുണിച്ചാലും ഒരേ ഉത്തരം കിട്ടുന്ന സംഖ്യ എന്നുള്ളത് 1 ഗുണം 2 ഗുണം 3, 1 പ്ലസ് 2 പ്ലസ് 3 6 ആണ്. അതൊരു വ്യത്യസ്ത തരത്തിൽ കഴിഞ്ഞ KSTA പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞിരുന്നു. അവിടെ അക്ഷരങ്ങൾ തന്നുകൊണ്ട് അക്ഷരഗണിതത്തിലേക്ക് അതിനെ മാറ്റിയിട്ട് ചോദിച്ചിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഗുണനവുമായി ബന്ധപ്പെട്ട് വേറെ ചോദ്യങ്ങളും അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കണ്ടേക്കാം. അപ്പൊ ഗുണന വസ്തുത ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെയൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. പട്ടികളുടെ വിശകലനം ഉണ്ടാവും, നോട്ടുകളുടെ വിനിമയം ഇവിടെയും ഉണ്ടാവും. ഇത്ര നോട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഗുണനം വരുന്നുണ്ട്. പ്രശ്നാപഗ്രഥന ചോദ്യങ്ങൾ ഉണ്ടാവും. ഇനി അടുത്തൊരു പാഠത്തിലേക്ക് പോകാം. ഞാൻ അവസാനം കുറച്ച് ചോദ്യങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടുള്ളത് പറയാം. അതുകൊണ്ടാണ് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത്. ഇങ്ങനെ അളക്കാം. ഇവിടെയും നിങ്ങൾ നമ്മളെ കുട്ടികൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. 3ാം ക്ലാസ്സിൽ വരെ ആരോ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്, അതാണ് എക്കോ വരുന്നത്. സിജോ മൈക്ക് ഓഫ് ചെയ്യൂ. ഓക്കെ, ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്താൽ എക്കോ വല്ലാതെ വരുന്നുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ പറയുന്നതിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇങ്ങനെ അളക്കാം. 3ാം ക്ലാസ്സിൽ നിങ്ങൾ കുറെയൊക്കെ അളന്നിട്ടുണ്ട്. ചരടുകൾ വെച്ചിട്ട് അളന്നിട്ടുണ്ട്. അതായത് ചരടുകൾ വെച്ചിട്ട് മരത്തിന്റെ വണ്ണം പിടിച്ചിട്ടുണ്ട്. കൃത്യമായ അളവൊന്നല്ലെങ്കിലും അതുപോലെ വരാന്തകൾ അളന്നിട്ടുണ്ട്. അപ്പൊ അവിടെ അതിന്റെ ഒരു കുറച്ച് ഉയർന്ന തലമാണ് 4ാം ക്ലാസ്സിൽ വരുന്നത്. പക്ഷെ 4ാം ക്ലാസ്സിലെ കുട്ടിക്ക് ആ 3ാം ക്ലാസ്സിൽ ചെയ്തതൊന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥ ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം മുതൽ വീണ്ടും അളവ് തുടങ്ങണം. അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ബോക്സിലുള്ള ഒരു ഉപകരണമാണ്. കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അളവുകള് വളരെ വേഗത്തിൽ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇവിടെ മില്ലിമീറ്റർ, സെന്റിമീറ്റർ, മീറ്റർ
കിലോമീറ്റർ. ഇത്തരം അളവുകളാണ് നിങ്ങൾ 4ാം ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, മില്ലിമീറ്റർ എന്താണ്. അപ്പോ ഇവിടെ പിന്നെ അളവുകൾ മീറ്റർ എന്നുള്ള ആ ഒരു അളവുകൾ, നീളം എന്നുള്ള അല്ലെങ്കിൽ ദൂരം എന്നുള്ള ആ ഒരു അളവുകൾ മാത്രമാണ് നമ്മുടെ ഈ പാഠത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ പാഠപുസ്തകത്തിൽ രണ്ടും ചേർന്നുള്ള നീളവും ഭാരവും ഒക്കെ ഒരുമിച്ചായിരുന്നു ഉണ്ടായത്. ഇത് നമുക്ക് പാഠത്തിന്റെ നമ്മുടെ പരീക്ഷയ്ക്കുള്ള യൂണിറ്റിൽ ഇല്ലെങ്കിലും കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച അളക്കാനുള്ള തൂക്കാനുള്ള കാര്യങ്ങൾ വന്നുകൂടായികയൊന്നുമില്ല. അപ്പൊ അതും ഒന്ന് കഴിഞ്ഞ വർഷം എന്തൊക്കെയാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇവിടെ നമ്മൾ നീളവുമായി ബന്ധപ്പെട്ട് ഈ പാഠം തന്നെ നമ്മളെ രൂപങ്ങളുമായി ബന്ധപ്പെട്ട് ചേർത്ത് ചിലപ്പോൾ വരാം, ഗുണനവുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ ചേർത്ത് വരാം. അപ്പൊ ഇവിടെ മില്ലിമീറ്റർ, സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ എന്നുള്ള വസ്തുത നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക. 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ എന്നുള്ള വസ്തുത ഉറപ്പിക്കുക. 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ എന്നുള്ള വസ്തുത. അപ്പൊ അതുപോലെയാണ് 1/4 കിലോമീറ്റർ, 1/2 കിലോമീറ്റർ, 3/4 കിലോമീറ്റർ. ഈ ഒരു ടേം കൂടി നമ്മൾ പരിചയപ്പെടണം. അവിടെയാണ് നമുക്ക് കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാനും, മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാനും, മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാനും, സെന്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റാനും, തിരിച്ച് അങ്ങോട്ട് മാറ്റാനും ഒക്കെ ഉള്ള ചോദ്യങ്ങൾ. ഇനി 2 അളവുകൾ തമ്മിൽ ആഡ് ചെയ്യുക, കൂട്ടുന്നത്. അപ്പോ നമ്മൾ കൂട്ടൽ എന്നുള്ള സങ്കലനം എന്നുള്ള പാഠത്തിൽ പഠിച്ചത് സംഖ്യകളുടെ കൂട്ടലാണ്. ഇവിടെ അതെത്തുമ്പോൾ അളവുകൾ കൂട്ടുന്നത് വരാം. നീളങ്ങൾ സെന്റിമീറ്ററിലും മീറ്ററിലും തന്നത്, അല്ലെങ്കിൽ മീറ്ററിലും സെന്റിമീറ്ററിലും തന്നത് തമ്മിൽ കൂട്ടുന്നതും, സെന്റിമീറ്ററിലും മില്ലിമീറ്ററിലും തന്നത് തമ്മിൽ കൂട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായി അധ്യാപകർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. നമുക്ക് ഒരു സെന്റിമീറ്ററിലും മില്ലിമീറ്ററിലും തന്നതിനെ കൂട്ടുന്നതിന് ഏറ്റവും എളുപ്പമാർഗം അതിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റുകയും അവ തമ്മിൽ കൂട്ടി ഉത്തരത്തെ വീണ്ടും സെന്റിമീറ്ററിലേക്ക് മാറ്റുകയുമാണ്. ഇത് തന്നെ തിരിച്ചും ചെയ്യാം. അപ്പോ അതേ തന്നെ നമുക്ക് മീറ്റർ ചെയ്യുമ്പോഴും, മീറ്ററും സെന്റിമീറ്ററും തന്നാൽ ചെയ്യുമ്പോഴും ചെയ്യാം. ഇനി കിലോമീറ്റർ തരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ ഒരു യൂണിറ്റിലേക്ക് മാറ്റുന്നു. മീറ്ററും സെന്റിമീറ്ററും എന്നുള്ളതിനെ ഒറ്റൊരു ഇതിലേക്ക് മാറ്റുന്നു. ഒന്നുകിൽ മില്ലിമീറ്ററിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ സെന്റിമീറ്ററിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ മീറ്ററിലേക്ക് മാറ്റുന്നു. എന്നിട്ട് നമ്മൾ ഓരോന്നും കൂട്ടുകയും അവസാനം ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ ആ ഉത്തരത്തെ എന്താണോ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിലേക്ക് അതിനെ മാറ്റിയത്. ഇനി ഒരു റിബണിൽ നിന്നും ഇത്ര ഭാഗം ഇത്ര സെന്റിമീറ്ററും അല്ലെങ്കിൽ ഇത്ര സെന്റിമീറ്ററും ഇത്ര മില്ലിമീറ്ററും മുറിച്ചു മാറ്റി എങ്കിൽ ശേഷിക്കുന്ന കയ്യിൽ ഉള്ള അത്, അവിടെ ശേഷിക്കുന്ന എന്നുള്ളൊരു പദമുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ആദ്യത്തെ വലിയ അളവിൽ നിന്നും മുറിച്ചു മാറ്റിയ അളവ് കുറയ്ക്കാനാണ്. അത് കൃത്യമായിട്ട് കുറച്ച്. അപ്പൊ ആ കുറയ്ക്കുമ്പോഴാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ അവിടെ തന്നിരിക്കുന്ന മുകളിൽ സെന്റിമീറ്റർ മില്ലിമീറ്റർ ഉണ്ടാവില്ല, താഴെ മില്ലിമീറ്റർ കുറയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അതിനെ മുഴുവൻ 2 യൂണിറ്റിന്റെ 2 അളവുകളെയും നമ്മൾ മില്ലിമീറ്ററിലേക്ക് മാറ്റുന്നു. വലിയ മില്ലിമീറ്ററിൽ നിന്നും ചെറിയ മില്ലിമീറ്റർ കുറയ്ക്കുന്നു. എന്നിട്ട് അതിനെ വീണ്ടും കിട്ടിയ ഉത്തരത്തെ വീണ്ടും സെന്റിമീറ്ററിലേക്ക് മാറ്റി എഴുതുന്നു. എന്താണ് മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നത്? എന്റെ ഒന്നുമില്ല മക്കളെ, ഇതായിരിക്കാം ഞാൻ പറഞ്ഞതാണ്. ഇപ്പോ ഉദാഹരണത്തിന് 3 സെന്റിമീറ്ററും 10 മില്ലിമീറ്ററുമുള്ള ഒരു റിബണിൽ നിന്നും 1 സെന്റിമീറ്റർ 3 സെന്റിമീറ്ററും 2 മില്ലിമീറ്ററുമുള്ള ഒരു റിബണിൽ നിന്ന് 1 സെന്റിമീറ്ററും 8 മില്ലിമീറ്ററും ഉള്ള ഒരു കഷ്ണം മുറിച്ചു മാറ്റിയ എത്രയാണ് ശേഷിക്കുന്ന അളവ് എന്ന്, കയ്യിലുള്ള ബാക്കിയുള്ള അളവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ അളവ് 3 മീറ്ററും 3 സെന്റിമീറ്ററും 2 മില്ലിമീറ്ററുമാണ്. അല്ലപ്പോ അതിൽ നിന്ന് ആണ് 1 സെന്റിമീറ്ററും 3 മില്ലിമീറ്ററും കുറയ്ക്കേണ്ടത്. അപ്പൊ മുകളിൽ 1 1 മില്ലിമീറ്റർ. അപ്പൊ അതിനെ മൊത്തം 3 സെന്റിമീറ്ററും 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 31 മില്ലിമീറ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ 31ൽ നിന്നും, കേൾക്കാത്തത് കൊണ്ട് മനസ്സിലാകാത്തതാണോ? രതീഷ് സാറെ കേൾക്കാത്ത പ്രശ്നമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. തുടരുകയാണ്.
അപ്പോ ഞാൻ പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കുക. സെന്റിമീറ്റർ, മില്ലിമീറ്റർ ഇത്തരത്തിലുള്ള ചോദ്യത്തിൽ നിന്നും മറ്റൊരു സെന്റിമീറ്ററും മറ്റൊരു മില്ലിമീറ്ററും കുറയ്ക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ മുറിച്ചു മാറ്റിയ ഭാഗം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കണ്ടെത്താനാണെങ്കിൽ ആ തന്നിരിക്കുന്ന സെന്റിമീറ്ററിനെയും മില്ലിമീറ്ററിലേക്ക് മാറ്റുക. ഇപ്പൊ 1 സെന്റിമീറ്ററും 8 മില്ലിമീറ്ററുമാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ 18 മില്ലിമീറ്ററിലേക്ക് മാറ്റി താഴത്തെ കുറയ്ക്കേണ്ടതിനെയും അതേപോലെ മില്ലിമീറ്ററിലേക്ക് മാറ്റി ഉത്തരം കണ്ടെത്തുകയും ആ കിട്ടിയ മില്ലിമീറ്ററിനെ വീണ്ടും അതിലെ ഇപ്പൊ കിട്ടിയ ഉത്തരം 12 മില്ലിമീറ്റർ ആണെങ്കിൽ 1 സെന്റിമീറ്റർ 2 മില്ലിമീറ്റർ എന്നതിലേക്ക് മാറ്റി ഉത്തരത്തിലേക്ക് എഴുതുക. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ കാര്യം. പിന്നെ അതിന് ചോദിക്കാനുള്ള കിലോമീറ്ററുമായി ബന്ധപ്പെട്ട പ്രശ്നാവകൃത ചോദ്യങ്ങൾ, ഇവിടെയും പട്ടികകൾ വരാറുണ്ട്. ചില നീളങ്ങൾ ചേർത്ത് വെച്ചാലുള്ള രൂപങ്ങൾ വരാറുണ്ട്. ഒരു കഷ്ണം മുറിച്ചു മാറ്റിയാലുള്ള കാര്യങ്ങൾ വരാറുണ്ട്. ഇത് തന്നെ ആണ് ചിലപ്പോൾ രൂപങ്ങൾ എന്ന പാഠത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിൽ നിന്ന് മുറിച്ചു പോകാം. ചിലപ്പോൾ മില്ലിമീറ്റർ കൂടി ചേർത്തുകൊണ്ട് വശങ്ങളുടെ അളവുകൾ തന്നേക്കാം. കാരണം നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞു. 1ാമത്തെ പാഠത്തിലാണ് നിങ്ങൾ രൂപങ്ങൾ പഠിച്ചത്. പക്ഷെ നിങ്ങളിപ്പോൾ 8ാമത്തെ പാഠത്തിൽ അളക്കാൻ പഠിച്ചു കഴിഞ്ഞു. അതായത് സെന്റിമീറ്ററും മില്ലിമീറ്ററും പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ 8 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിന്റെ ചുറ്റളവ് കാണാൻ, അല്ലെങ്കിൽ ചുറ്റളവ് തന്നിട്ട് ഒരു നീളം തന്നിട്ട് അതിന്റെ വീതി കാണാൻ, ഇങ്ങനെയും ചിലപ്പോൾ ആ രൂപങ്ങളുമായി ബന്ധപ്പെടുത്തിയും ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞു പ്രശ്നാവകൃത ചോദ്യങ്ങൾ ഉണ്ടാവും, പട്ടികകൾ പൂർത്തീകരിക്കാനുണ്ടാവും, പാറ്റേണുകൾ ഇവിടെയും കൃത്യമായിട്ട് വരാം, അളവുകളുടെ പാറ്റേണുകൾ. അപ്പൊ ഇവിടെ പ്രാഥമികമായ അറിവ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ, സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ എന്നുള്ളതാണ്. അത് 5 അക്ക സംഖ്യ വരെ പോകാം. 10,000 വരെ, 10,000 മീറ്റർ, 15,000 മീറ്റർ, ഇങ്ങനെയൊക്കെ പോകാം. അതിനെ കിലോമീറ്ററിലേക്ക് മാറ്റാനും മീറ്ററിലേക്ക് മാറ്റാനും ഒക്കെ തിരിച്ചും മറിച്ചും ചോദിക്കും. അടുത്തത് തുല്യമായ കൂട്ടം, അവസാനത്തെ യൂണിറ്റ് ഹരണവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ ഹരണവുമായി നേരിട്ടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, 1 മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഹരണഫലവും ശിഷ്ടവും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ. അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് തന്നെയാണ്. ഗുണന വസ്തുതകൾ സ്വായത്തമാക്കുക. ആവർത്തന വ്യവകലനമാണ്. കുറച്ചുകൊണ്ടാണ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോപ്പുകൾ പെട്ടിയിലാക്കിയതും അതുപോലെ പിന്നെ മിഠായികൾ വീതിച്ചതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത് കുറച്ചുകൊണ്ടാണ്. ആകെയുള്ളതിൽ നിന്ന് എന്ത് ചെയ്തു? കുറച്ചാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാഠഭാഗത്ത് ഹരണചിഹ്നം പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പഴയതായ ഹരണ രീതിയിലേക്ക് കൃത്യമായി എങ്കിലും അധ്യാപകർ നിങ്ങൾക്കത് സൂചിപ്പിച്ചു തന്നിട്ടുണ്ടാവും. ഹരണത്തിന്റെ പ്രത്യേകതയും ഹരിക്കേണ്ട വിധവും. ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്ന സംഖ്യകളുടെ പ്രത്യേകതകൾ നമുക്കറിയാം. ശിഷ്ടം എന്ന് പറയുന്നത് പൂർണ്ണമായി ഹരിക്കാൻ കഴിയാത്തതിന്റെ ബാക്കിയാണ് എന്നത്. അപ്പോ ഇവിടെ ഹരിക്കുന്ന സംഖ്യ, ഹരണം എന്നുള്ളത് 3 സംഖ്യകളാണുള്ളത്. ഹാര്യമുണ്ട്, ഹരണ ഫലമുണ്ട്, ഹരിക്കുന്ന സംഖ്യയുണ്ട്, അല്ലെ? ഇങ്ങനെ 3 ഘട്ടങ്ങളുണ്ട്. ഇതൊന്നും നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കൃത്യമായിട്ട് പറയുന്നതില്ല. അപ്പൊ അത്തരത്തിൽ ഒരു ചോദ്യം ഉണ്ടാവും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു നിശ്ചിത സംഖ്യ തരുന്നു, അതിനെ 6 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ശിഷ്ടം വരാൻ സാധ്യതയുള്ള സംഖ്യ ഏത്? അല്ലെങ്കിൽ 6 കൊണ്ട് ഹരിക്കുമ്പോൾ ഏതൊക്കെ ശിഷ്ടങ്ങൾ വരാം? നമുക്കറിയാം 6 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടങ്ങൾ വരണമെങ്കിൽ 6ൽ താഴെയുള്ള സംഖ്യകള് ശിഷ്ടങ്ങളായി വരാം, അല്ലെ? ആ രീതിയിലാണ് പോവാ. അപ്പോ പിന്നെ അവിടെ 9ന്റെ ഗുണനവും 9ന്റെ ഹരണവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാര്യം പറയുന്നത്. ശിഷ്ടത്തുകയും ശിഷ്ടത്തിന്റെ തുകയും സംഖ്യയും തമ്മിലുള്ള ബന്ധം കൃത്യമായിട്ട് പറഞ്ഞ അങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ് 1 മാർക്കിന്റെ ചോദ്യത്തിൽ. പിന്നെ ചെറിയ 2 കൊണ്ടുള്ള ഹരണവും 5 കൊണ്ടുള്ള ഹരണവും ഒക്കെ വരുന്ന ചെറിയ രീതിയിലുള്ള ഹരണവും അതിൽ ഉണ്ടാവാം. ചിലപ്പോൾ 10 പേരുടെ
സംഖ്യ വീതിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് ഞാൻ ഈ പറഞ്ഞ പോലെ 5 മാർക്കിന്റെ ചോദ്യത്തിൽ ഉപചോദ്യങ്ങളായിട്ട് ചില സംഖ്യയെ വിഭജിക്കാൻ വരാം. ഇനി മറ്റൊന്നാണ് വരിയും നിരയും തുല്യമാക്കൽ. ഇവിടെ നമ്മളെ പാഠപുസ്തകത്തിൽ പരിചയപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ക്ലാസ്സിൽ PTA ചേരുന്നു, യോഗം ചേരുന്നു. യോഗത്തിൽ ആദ്യം വന്നവരെ 48 പേരെ 6 വരികളിലായി അല്ലെങ്കിൽ 4 വരികളിലായി നിരത്തി അല്ലെ ഇരുത്തി എങ്കിൽ ആകെ വരികളുടെ എണ്ണം എത്ര? അതിനുശേഷം കുറച്ചു പേര് വന്നു, അവരെ ഇത്ര വരികളിലായിരുത്തിയെങ്കിൽ വന്നവരുടെ എണ്ണം എത്ര? ഈ രീതിയിലുള്ള വരിയും നിരയും തുല്യമാക്കാനുള്ള തരത്തിലുള്ള, ഇവിടെ വരിയും നിരയും തുല്യമാക്കുക എന്ന് പറഞ്ഞാൽ സമചതുരം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മുകളിലുള്ള കള്ളികൾ എത്ര, സൈഡിലുള്ള കള്ളികൾ എത്ര, സമചതുര സംഖ്യ. അതുകൊണ്ടാണ് അതിന് സമചതുര സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോ ആ രീതിയിൽ വരിയും നിരയും തുല്യമാക്കാനുള്ള ചോദ്യങ്ങള് അതിൽ നിന്ന് വന്നേക്കാം. ഇവിടെയും പട്ടിക വിശകലനം ചെയ്ത് പൂർത്തീകരിച്ച് നിഗമന രൂപീകരണം നടത്തുന്ന പ്രശ്നാപകരണ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇവിടെ ഹരണവും വ്യവകലനവും എല്ലാം ഉൾപ്പെടുത്തി വരുന്ന ജസ്റ്റ് ഒരു ചോദ്യം, 1-2 ചോദ്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവാന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ചില 2 സംഖ്യകളുടെ 2 സാധനങ്ങളുടെ വിലകൾ തന്നിട്ട് ഒന്നിന് അതിനേക്കാൾ ഇത്ര രൂപ കൂടുതലാണെന്ന് പറയുന്ന തരം ചില ചോദ്യങ്ങൾ ചിലപ്പോൾ വരാറുണ്ട്. പ്രശ്നാപകരണ ചോദ്യത്തിൽ ഇപ്പൊ ഒരു കച്ചവടക്കാരൻ 2 സാധനങ്ങൾ വിൽക്കാനായിട്ട് ഒരു കടയിൽ പോയി വാങ്ങി. അവിടെ ഇത്ര കിലോഗ്രാം സാധനങ്ങളാണ് വാങ്ങിയത്. അതിന് ചിലപ്പോൾ വെള്ളവും ശർക്കരയും പഞ്ചസാരയും വാങ്ങി. ശർക്കരക്ക് പഞ്ചസാരയേക്കാൾ 7 രൂപ കൂടുതലാണ് എങ്കിൽ ശർക്കരയുടെ വിലയെത്ര, പഞ്ചസാരയുടെ വിലയെത്ര? ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവിടെ മിക്കവാറും കുട്ടികള് ആ വ്യത്യാസം കണ്ട് അതിന്റെ വില എഴുതുന്ന രീതിയിലേക്ക് പോകാം. ഇപ്പൊ ഉദാഹരണമായി ഒരു ചെറിയ ചോദ്യത്തിലൂടെ നമുക്ക് പോകാം. ഒരു പേനയ്ക്കും പെൻസിലിനും കൂടി 10 രൂപയാണ് വില. ഒരു പേനയ്ക്കും ഒരു പെൻസിലിനും കൂടി 10 രൂപയാണ് വില. പേനയ്ക്ക് പെൻസിലിനേക്കാൾ 5 രൂപ കൂടുതലാണ്. പേനയ്ക്ക് പെൻസിലിനേക്കാൾ 5 രൂപ കൂടുതൽ. മൈക്കോൺ ചെയ്യല്ലേ മക്കളെ. 5 രൂപ കൂടുതലാണെങ്കിൽ ഓരോന്നിന്റെയും വില എത്ര, അല്ലെങ്കിൽ പെൻസിലിന്റെ വില എത്ര, അല്ലെങ്കിൽ പേനയുടെ വില എത്ര? ഇത്തരം ചോദ്യങ്ങള് മുമ്പ് ചോദിച്ചതായിട്ട് ഓർമ്മയുണ്ട്. അപ്പൊ അത്തരം ചോദ്യങ്ങൾ കണ്ടെത്താനുള്ള മാർഗമാണ് ഞാൻ പറയുന്നത്. ആരോ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മളിപ്പം കുറഞ്ഞ സമയം കൂടിയേ ഉള്ളൂ, കുറച്ചു നേരം കൂടി ക്ഷമിക്കുക കേട്ടോ മക്കള്. അപ്പൊ ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനാണെങ്കിൽ നമുക്കറിയാം കൂടുതലുള്ള വില അത് പേനയ്ക്ക് മാത്രമുള്ളതാണ്. അത് 5 രൂപയാണ്. അപ്പൊ 10ൽ നിന്ന് നമ്മൾ ആദ്യം ആ 5നെ അങ്ങ് മാറ്റി നിർത്തുന്നു. ആ 5 രൂപ ഒരിക്കലും പെൻസിലിന്റെ വിലയാകാൻ സാധ്യതയില്ല. അത് പേനയ്ക്ക് പെൻസിലിനേക്കാൾ കൂടുതലുള്ള വിലയാണ്. ആ 5 രൂപ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചു. ബാക്കി ഇനിയുള്ളത് 5 രൂപയാണ്. ആകെ വിലയിൽ 5 രൂപ ബാക്കിയുണ്ട്. അത് കൃത്യമായിട്ടും പകുതി പെൻസിലിനുമായിരിക്കും, പകുതി പേനയ്ക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പെൻസിലിന് 2.5 രൂപയും പേനയ്ക്ക് 7.5 രൂപയുമായിരിക്കും വില. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് കൂടുതലുള്ളത് മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ ഹരിക്കേണ്ട സന്ദർഭം വരുന്നുണ്ട്. വലിയ സംഖ്യകളൊക്കെ ആകുമ്പോൾ അവിടെ നമ്മൾ ആദ്യം തുക, കൂടുതലുള്ള തുക അങ്ങ് മാറ്റി വെക്കുന്നു. 25 രൂപ കൂടുതലാണെന്ന് പറഞ്ഞാൽ ആ 25 രൂപ ആകെയുള്ളതിൽ നിന്നും അങ്ങ് മാറ്റി വെക്കുന്നു. ബാക്കിയുള്ള തുകയെ കൃത്യമായി 2 ആയിട്ട് ഭാഗിക്കുന്നു എന്ന് പറയുന്നത് ഹരിക്കുന്നു, 2 കൊണ്ട് ഹരിക്കുന്നു. അതിലൊന്ന് ഒരു സാധനത്തിന്റെ നിശ്ചിത വിലയായിരിക്കും, മറ്റൊന്ന് നേരത്തെ മാറ്റിവെച്ചതും കൂടി ചേർന്നുള്ള വിലയായിരിക്കും. ഈ രീതിയിൽ കൂടുതലും കുറവും വരുന്ന തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. മറ്റേ ഹരണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ചോദിച്ച ഇങ്ങനെയാണ്. ഒരു കുട്ടി കുറച്ച് നെല്ലിക്കകളുമായിട്ടാണ് ക്ലാസ്സിലെത്തിയത്. ഇന്നേ ദിവസം
കുറച്ച് നെല്ലിക്കകളുമായിട്ടാണ് ക്ലാസ്സിലെത്തിയത്. ഈ കുട്ടി ആ നെല്ലിക്കകൾ വെറുതെ മേശയിലൊന്ന് വീതം വെച്ച് നോക്കി. അവൾ ഒന്നിന്റെ കൂട്ടങ്ങളാക്കിയപ്പോഴും, ഒന്നിന്റെ കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള ഒന്ന് തന്നെയാണല്ലോ, അത് അവിടെ നിൽക്കട്ടെ, ഒന്നിന്റെ കൂട്ടങ്ങൾ ഇല്ല എന്ന് വിചാരിക്കാം. ഇനി ഒന്നിന്റെ കൂട്ടങ്ങളായപ്പോ ശിഷ്ടം ഒന്ന് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒന്നിന്റെ കൂട്ടങ്ങളില്ല. രണ്ടിന്റെ കൂട്ടങ്ങളാക്കിയപ്പോഴും, മൂന്നിന്റെ കൂട്ടങ്ങളാക്കിയപ്പോഴും, നാലിന്റെ കൂട്ടങ്ങളാക്കിയപ്പോഴും, അഞ്ചിന്റെ കൂട്ടങ്ങളാക്കിയപ്പോഴും, ആറിന്റെ കൂട്ടങ്ങളാക്കിയപ്പോഴും ഒരു നെല്ലിക്ക ബാക്കി വന്നു. അപ്പോ ഒരു നെല്ലിക്ക ബാക്കി വന്നു എങ്കിൽ ആ കുട്ടി എത്ര നെല്ലിക്കയുമായാണ് ക്ലാസ്സിൽ വന്നത് എന്നുള്ള തരത്തിലുള്ള ചോദ്യം മുമ്പ് എപ്പോഴോ ചോദിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ അതിന്റെ വേറൊരു തരത്തിലായിരിക്കാം അത് ചോദിക്കുന്നത്. ഇവിടെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന, നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഒരു സംഖ്യയുണ്ട്. ആ സംഖ്യയുടെ ഒന്ന് കൂട്ടിയതായിരിക്കും കുട്ടി കൊണ്ടുവന്ന നെല്ലിക്കയുടെ എണ്ണം എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. കാരണം ഒന്നാണല്ലോ ശിഷ്ടം വരിക. അപ്പൊ ഒന്ന് ശിഷ്ടം വരണമെങ്കിൽ ഈ സംഖ്യകൾ കൊണ്ടൊക്കെ ഹരിക്കാൻ, നിശേഷം ഹരിക്കാൻ കഴിയണം ആ സംഖ്യ. ആ സംഖ്യ ഏതാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് എഴുതിയിടുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പറയണ്ടെന്ന് മാത്രം, മൈക്ക് ഓൺ ചെയ്യണ്ട എന്ന് മാത്രം. അപ്പോ ചിലർക്കൊക്കെ അത് അറിയാമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. 24 എഴുതിയിട്ടിട്ടുണ്ട്. ഞാൻ പറയാം. 24, 18 ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, മക്കള് എഴുതിയിടുന്ന സമയത്ത് ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. നോക്കാം നമുക്ക്. 24, 31 ഇതൊക്കെ വരുന്നുണ്ട്. 24 എന്ന സംഖ്യയെ നമുക്ക് നിങ്ങൾ എഴുതിയിട്ടത് ചിലപ്പോൾ ആ നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കും കേട്ടോ. ഇവിടെ ചോദ്യം അതല്ലേ, എത്ര നെല്ലിക്കയാണ് എന്നുള്ളതാണ് ചോദ്യം എന്ന് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ 24 എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ 24 ഒന്ന് നോക്കാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. 24 ആണെങ്കിൽ അതിനെ നിശേഷം ഹരിക്കാൻ 2 കൊണ്ട് പറ്റും, 12 കിട്ടും. 3 കൊണ്ട് പറ്റും, 8 കിട്ടും. 4 കൊണ്ട് പറ്റുമോ? 6 കിട്ടും അല്ലെ? 5 കൊണ്ട് പറ്റുമോ 24-നെ? 5 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ 24 എന്നുള്ള സംഖ്യയല്ല. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഇങ്ങനെ ഹരിക്കാൻ കഴിയുന്നത് സംഖ്യ എന്ന് പറയുന്നത് 60 ആണ്. 60 എന്നുള്ള സംഖ്യയാണ് നമുക്ക് ഇങ്ങനെ ഹരിക്കാൻ പറ്റുക. അപ്പൊ ശിഷ്ടം ഉണ്ടാവില്ല. ആ ശിഷ്ടമില്ലാത്ത സംഖ്യയോട് 1 കൂട്ടിയാൽ 61 ആണ്. 61 നെല്ലിക്കകളാണ് കുട്ടി കൊണ്ടുവന്നതെങ്കിൽ എങ്ങനെ വീതിച്ചാൽ, ഈ പറഞ്ഞ രീതിയിലൊക്കെ വീതിച്ചാലും എന്ത് വരും? 1 ശിഷ്ടം വരും. അപ്പോ ഇതും ഹരണവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന തരം ചോദ്യമാണ്. അപ്പോ നമ്മുടെ സമയം ഏകദേശം ആയി എന്ന് വരും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ചോദ്യങ്ങൾ കൂടുതൽ തന്നുകൊണ്ട് പോകുക എന്നുള്ളത് വലിയ 61 ശരിയാണ്. ഓക്കെ, 61 ശരിയാണ്. ആദ്യം എഴുതിയിട്ട കുട്ടികളൊക്കെ ആ കാര്യങ്ങള് 24-ഉം 7-ഉം ഒക്കെ എഴുതിയിട്ട കുട്ടികളുണ്ട്. അത് കൃത്യമാണ്. 60 അല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, 1 കൂടിയ സംഖ്യയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ അടുത്ത ഒരാഴ്ച സമയമാണ് നമുക്കുള്ളത്. ആ സമയത്തിൽ നിങ്ങൾ പരമാവധി, നമുക്കറിയാം നിങ്ങളുടെ സ്കൂളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച കുട്ടികളാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ആദ്യത്തെ ഒരു ദിവസത്തെ ക്ലാസ്സിൽ കയറിയവരുടെ എണ്ണം 500-ന് മുകളിലായിരുന്നു. അതിനുശേഷം സാർ കർശന നിർദ്ദേശം വെച്ചപ്പോൾ വന്ന കുട്ടികൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം ആരൊക്കെയാണ് ക്ലാസ്സിന് വേണ്ടി കയറിയത്, ആരൊക്കെയാണ് അല്ലാതെ കയറിയതെന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ഓരോരുത്തരും നല്ല രീതിയിൽ ക്ലാസ് കിട്ടണമെന്നും എന്തെങ്കിലും ഒരു മാർഗങ്ങൾ, നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ട ഉപകാരങ്ങൾ കിട്ടണമെന്നും വിചാരിച്ചിട്ടാണ് ഈ പരീക്ഷയിൽ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട PDF അല്ലെങ്കിൽ ഫോട്ടോകൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ ജിമീറ്റ് എന്നുള്ള ഗ്രൂപ്പിലേക്ക് ഇടാം. നമ്മുടെ അധ്യാപക കൂട്ടം ബ്ലോഗിൽ നിങ്ങൾക്ക് ഞാനടക്കം തയ്യാറാക്കിയ ധാരാളം ചോദ്യ മാതൃകകൾ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പറുകളാണ്
കൃത്യമായി അതിനെ വർക്കൗട്ട് ചെയ്ത് പരിശീലിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ CM കിഡ് സ്കോളർഷിപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ അധ്യാപക കൂട്ടത്തിന്റെ വിദ്യ ഈ പ്ലാറ്റ്ഫോമിന്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാനുള്ള, ഞാൻ പറഞ്ഞു മാത്സ് എന്ന് പറയുന്നത് ഈ ഒരു പരിമിതിയിൽ നിന്ന് എടുത്തുകൊണ്ടാൻ വളരെ വിഷമമുള്ളൊരു സബ്ജക്റ്റ് ആണ്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഈ ഫോൺ വെച്ച് പുറകുവശത്ത് ഒരു ബോർഡൊക്കെ ഫിറ്റ് ചെയ്ത് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാക്കുന്ന തരത്തിൽ നമുക്ക് എടുക്കാൻ കഴിയും. എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു തന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. രതീഷ് സാറെ നിർത്തിക്കോട്ടെ. എല്ലാവർക്കും, ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ. Thank you, sir. Thank you, sir. രതീഷ് സാറേ, Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. വിരാട് മാഷേ. രതീഷ് സാറേ ഇല്ലേ? ഓക്കെ. ഞാനൊന്ന് വിളിച്ചിരുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാ? കുഴപ്പമില്ലായിരുന്നു മാഷേ. അല്ല കുഴപ്പമില്ല. അല്ല കുഞ്ഞുങ്ങളെ ഒന്ന് രണ്ട് സമയത്ത് എന്താ ആരോ എന്തോ ചോദിക്കുന്നു, ഒന്ന് ചോദിച്ചോട്ടെ മാഷേ. റെക്കോർഡിംഗ് ഓഫ് ആക്കിയില്ലേ? ഓക്കെ ചോദിച്ചോ. എന്താണ് ആരോ എന്തോ ചോദിച്ചല്ലോ?